ഹലോ ഫാമിലി, അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. നിങ്ങളെല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളി സെലിബ്രേറ്റ് ചെയ്തു. ഇവിടെ ഈ ഓട്ടം കണ്ടോ, എന്തിനാ അറിയോ, പുറത്ത് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റാണ്. എവിടെയെങ്കിലും ഡ്രസ്സ് മാറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടേയില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള സ്പൈസ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കായിട്ട് പോകണം. അവിടെ നിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ ഉണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ പോയി കണ്ടിട്ട് വരാം. ഒരു പാട്ട് പാടിത്തരുമോ? Johnny Rastapa, Sono Tapapa, in a night, not a papa, upon night, ha, ha, ha. സൂപ്പർ. ഇനി അമ്മയ്ക്ക് ഏത് പാട്ടാ പാടിത്തരാം? ഇനി ടിങ്കിൾ ടിങ്കിൾ പാടും. ഇനി റെയിൻ റെയിൻ പാടിത്തരും. സൂപ്പർ കുഞ്ഞുമണി, സൂപ്പർ സൂപ്പർ. ഗൈസ്, ഇവിടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് യുവിക്ക് നാട്ടിൽ നിന്ന് ഇവിടെ സിമു വല്യമ്മയും പപ്പയും കൊടുത്തയച്ച ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ വല്യമ്മയ്ക്കും പപ്പയ്ക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പം യുവി ശരിക്കും ഹാപ്പി ക്രിസ്മസ്. Happy Christmas. Happy കിമ്മശ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയത് സ്പൈസ് ഫ്യൂഷൻ എന്നാട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു അവിടെ. ഇന്നവിടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ ആട്ടോ, അത് കഴിക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. 6 to 9 ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു 8:30-9 മണി ആയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. പക്ഷെ എന്നാലും ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ കണ്ടാലോ ഫുഡിൻ്റെയൊക്കെ. ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. 2-3 ഐറ്റം സ്റ്റാർട്ടേഴ്സ്, സൂപ്പ്, മെയിൻ കോഴ്സായിട്ട് തന്നെ ബിരിയാണി, ഗീ റൈസ്, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതിലുപരി നമുക്ക് വിഷ്ണുവിനെയും ഫാമിലിനെയും കാണുക എന്നുള്ളതാണ് കൂടുതൽ എക്സൈറ്റഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ സ്റ്റാർട്ടേഴ്സൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവിക്ക് പിന്നെ നമ്മൾ ഫോൺ കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. കാരണം പുതിയൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യുവിനെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം യുവിക്ക് ഫോണൊക്കെ കൊടുത്ത് അവന് കംഫർട്ടബിളായി ഇരുത്തിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എടുത്തു. നമ്മൾ നന്നായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ളതിലുപരി ഇവരൊക്കെ കാണാമെന്നുള്ള കേട്ടോ. ഇപ്പം കണ്ട അമ്മമ്മ ഉണ്ടല്ലോ, അത് ആ രേഖ ചേച്ചിയുടെ അമ്മയാണ്. നല്ല കമ്പനി കേട്ടോ, എല്ലാവരും നല്ല കമ്പനിയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു സ്പേസ് എന്നേ ഉള്ളൂ. ഇതാ യുവി ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വൈബായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ ഭയങ്കര ഓണായിരിക്കും. ജസ്റ്റ് ഒന്ന് ഡോറ് തുറന്ന് കുറച്ച് കാറ്റ് കിട്ടുന്നുണ്ട് അവിടുന്ന്. ആ ഒരു കാറ്റ് കിട്ടുന്നതിനാണ് പിന്നെ ഈ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയില്ലേ ഹാപ്പി ആവാൻ. അതാണ് നമ്മൾ വലുതാവണതിനനുസരിച്ചാണ് നമുക്ക് ഇന്നൊരു കാര്യം ഉണ്ടായാലേ നമ്മൾ ഹാപ്പി ആവും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഹാപ്പി ആക്കിയാലേ നമ്മൾ ഹാപ്പി ആവും എന്നുള്ള മൈൻഡ് വരിക. പക്ഷെ കുട്ടികൾക്ക് എന്താ അല്ലേ, അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാപ്പി ആവും. അപ്പോൾ നമ്മളും കുട്ടികളുടെ മനസ്സായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അമ്മമ്മേനെ നമ്മൾ പിടിച്ച് കൊണ്ടുവരാം കേട്ടോ. അമ്മമ്മയ്ക്ക് നല്ല ഏജ് ഉണ്ട്, ഒരു 80+ ഉണ്ട്. പക്ഷെ എന്നാലും ആൾ നല്ലൊരു മൂഡാട്ടോ, നല്ലൊരു വൈബുള്ള ആളാണ്. അങ്ങനെ എന്താ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾ അനിയൻകുട്ടിന് കൊടുക്കുകയാണ്. ഞങ്ങൾ അനിയൻകുട്ടിൻ്റെ പേര് ശ്രീഹരി എന്നാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. ഇനി കുറച്ച് യുവിയുടെ കൂടെയുള്ള കളിയാണ്. യുവി ഫുഡൊക്കെ കഴിച്ച് നല്ല ഓണായി നിൽക്കുന്ന ഒരു ടൈമാണ്. അവൻ അത് ക്രിസ്മസ് ട്രീ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയില്ല എന്താണ് അവന് തോന്നിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിക്കും കേട്ടോ. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇനി ഞങ്ങളെല്ലാവരും കൂടി ഓടിക്കളിയാണ്, ഫുഡൊന്ന് ദഹിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ പിന്നാലെ ഓടിയായിരുന്നു. നേരെ റോഡാണ്. ഒന്ന് ഓടിക്കഴിഞ്ഞാൽ റോഡിൽ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും ഉണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാരുണ്ടായതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യുക, അവരെ പോലും പണിയെടുക്കാൻ സമ്മതിക്കാതിരിക്കലാണ് ഇവിടെ പണി. അവിടെ പോയി നിന്ന് ഓരോ ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക, അവരോട്
കഥ പറയുക, എന്തൊക്കെയോ ആണ് യുവി ചെയ്യണത്. പക്ഷെ എന്തായാലും നല്ലൊരു ടൈമാട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടും. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും കൂടി കൂടുക, എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുന്നേക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനാണ്. ഇവർ ഓരോരുത്തരും ഞാൻ ഈ പോകെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. സെൽഫ് ട്രോള്, പിന്നെ വേറെ ആൾക്കാരെ ട്രോളാണ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായന്ന് വീഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതൊരു ട്രോളായിട്ട് എടുക്കും. ആ ട്രോള് പിന്നെ കുറേ കാലം നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും പിന്നെ അത് കണക്ട് ചെയ്തിട്ടാവും നമ്മളെ കളിയാക്കാം. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ക്രിസ്മസ് എന്നല്ല, നമ്മൾ എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലൊത്തുകൂടും, വർത്താനം പറയും, ഫുഡ് കഴിക്കും. എന്താ പറയുക, ഇതൊക്കെ അല്ലല്ലോ ഇവിടുത്തെ ഒരു ഹാപ്പിനെസ്. നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് നാട്ടിലെ ഫാമിലീനെ പോലെ തന്നെ ആൾക്കാരുണ്ടാവുക, അല്ലെങ്കിൽ അവർ നമ്മളെ അത്രയും സ്നേഹിക്കുക, അതൊക്കെ നമുക്ക് ആ ഒരു സ്നേഹം കിട്ടാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടാവുക. അതൊക്കെ ഭയങ്കര വലിയ കാര്യമല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ക്രിസ്മസ് ഫോട്ടോസ് കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.